കലയും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടായാണ് കാണുന്നതെന്ന് തിരുവനന്തപുരം സെൻട്രലിലെ LDF സ്ഥാനാർത്ഥി സുധീർ കരമന. മുന്നണിക്ക് ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് സിറ്റിംഗ് സീറ്റിലേക്ക് പരിഗണിച്ചത്. ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നും മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയാണുള്ളതെന്നും സുധീർ കരമന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരം മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമായി LDF രംഗത്തെത്തിയിരിക്കുന്നു. നടൻ സുധീർ കരമനയായിരിക്കും തിരുവനന്തപുരത്ത് നിന്നും LDFന്റെ പൊതുസ്വതന്ത്രനായി മത്സരരംഗത്തുണ്ടാവുക. ഏതായാലും നടൻ സുധീർ കരമന ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ആശംസകൾ. തെരഞ്ഞെടുപ്പിലെ താരമാവൂ? അയ്യോ, താരം എന്നുള്ള വാക്കൊക്കെ അത് സിനിമയിലല്ലേ. തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നല്ല സത്യസന്ധമായ അഭിപ്രായം നേടുന്നു എന്നുള്ളതാണ് അത് നേടാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയായിരിക്കും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ എന്നുള്ള വേറെ ഒന്നുമല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണെന്ന് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം മാധ്യമങ്ങളോട് ചോദിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി എവിടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിന് അത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് UDFും BJPയും ഒക്കെ കാണുന്നത്. ആ മണ്ഡലത്തിലേക്കാണ് താങ്കളുടെ പേര് LDF പരിഗണിച്ചിരിക്കുന്നത്. എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? നിലവിലെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണല്ലോ ഇത്. ആ മറുപടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം തീരുമാനിക്കേണ്ടത് മുന്നണിയാണ്. നമുക്കതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ള അവസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ലഭിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേരത്തെ തീരുമാനങ്ങൾ പലതും ഉണ്ടായിരുന്നിരിക്കാം. എന്നെ അറിയിച്ചത് വളരെ വൈകിയാണ് എന്നുള്ളതേ ഉള്ളൂ. എന്നെ അറിയിച്ച് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങളിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ വാർത്ത ഞാൻ കണ്ടത്. അപ്പോൾ കുറച്ച് രഹസ്യപരമായ അല്ലെങ്കിൽ അത്രയ്ക്കും കോൺഫിഡൻഷ്യലായി കാര്യങ്ങൾ നീക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും എന്നുള്ള ഒരു ക്രെഡിറ്റ് സംവിധാനത്തിലൂടെ പോകുന്നത് കൊണ്ട് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ വൈകി എന്ന ഒരു തോന്നൽ എനിക്കില്ല. മറ്റൊരു കാര്യം ചോദിച്ചാൽ കലയും രാഷ്ട്രീയ പ്രവർത്തനം രണ്ടാക്കി കാണുന്നുണ്ടോ? കല ഒരു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തന്നെ പറയുന്ന നിരവധി കലാകാരന്മാരുണ്ടല്ലോ. കല ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നില്ല. കല ഒരു സാമൂഹ്യ പ്രവർത്തനമായി കാണുന്നു, രാഷ്ട്രീയ പ്രവർത്തനമല്ല. സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായി കാണാം. രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായി കലയെ കാണാൻ എനിക്കറിയില്ല. പല സിനിമാ താരങ്ങൾ ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. അപ്പം രമേശ് പിഷാരടി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പാലക്കാട് എത്തിയിരിക്കുന്നു. അപ്പം ഈ പറയുന്ന പോലെ പ്രചരണത്തിലേക്ക് ഒരു സ്റ്റാർ താരങ്ങൾ അല്ലെങ്കിൽ താരങ്ങൾ കൂടി പ്രചരണരംഗത്തേക്ക് എത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നമുക്ക് ഏതൊക്കെ താരങ്ങളെ പ്രതീക്ഷിക്കാം? സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾ ഒരു സ്ഥലത്തിൽ നിന്നും മാറുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കവേ ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നാട്ടിലെത്തും എന്ന ഒരു മുൻകൂറായി വാക്യങ്ങളും ഒന്നും നൽകുന്നില്ല. എന്തായാലും മാനസികമായും താല്പര്യമുള്ളവർ തീർച്ചയായും വരും. മണ്ഡലത്തിൽ അടുത്ത 5 കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സഭയിലുണ്ടായിരിക്കും അല്ലേ? ഉണ്ടാകണമല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ശുഭപ്രതീക്ഷയാണ്, ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ആശംസകൾ. പൂർണ്ണമായും വിജയിച്ചു വരട്ടെ. മീഡിയയുടെയൊക്കെ എല്ലാ പിന്തുണ ഉണ്ടായിരിക്കും. ഏതായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഉള്ളത്. അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെങ്കിൽ കൂടിയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരിക്കുന്നതെന്നാണ് LDF ക്യാമ്പിൽ നിന്നും ഉയരുന്ന വിശ്വാസം. നിലവിലെ സിറ്റിംഗ് സീറ്റ് LDFന് സുധീർ കരമനയിലൂടെ നിലനിർത്താനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജില്ലയിലെ CPM പ്രാദേശിക നേതൃത്വവും കരുതുന്നതും. തിരുവനന്തപുരത്ത് നിന്നും റിബിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.